തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം കിഴക്കനേല ഗവൺമെൻറ് LPSൽ ഒരു വാർത്ത പുറത്തു വന്നു. പക്ഷേ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്തായാലും ഒരു വാർത്ത വന്നു. അവിടെ 25 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്നുള്ളത്, അത് അസുഖം വന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അത്ര വന്നോ എന്താണെന്നുള്ളതൊക്കെ ഇനി വിശദമായി പരിശോധിച്ചു. എന്തായാലും ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് ചിക്കൻ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ്. ഞാൻ ഭക്ഷ്യവിഷബാധ വന്ന വാർത്ത പുറത്തറിയിക്കുന്നതിനോ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് പറയുന്നതിനോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മന്ത്രിമാർ പ്രത്യേകിച്ച് ശിവൻകുട്ടിയൊക്കെ ഇരുന്ന് കുറേ പ്രസ്താവന നടത്തും. ഫ്രൈഡ് റൈസ് കൊടുക്കും. അതുപോലെ ഏതോ കുട്ടി എനിക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വന്നു. അത് വൈറലായി. ആ കുട്ടിയെ ഉടനെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ സുംബ റാണി സെക്കൻഡ്, അതായത് വീണ ജോർജ് വന്നു. ഫസ്റ്റ് വേറെ ഉണ്ട്, സുംബ റാണി ജിഞ്ചു റാണി ആണ്, അതിന് കിട്ടത്തില്ല. സുംബ റാണി സെക്കൻഡ് വീണ ജോർജ് രംഗത്ത് വന്നു. ആ കുഞ്ഞിനെ അഭിനന്ദിച്ചു. ഇനി ചിക്കൻ ബിരിയാണിയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ വരുന്ന കാലഘട്ടത്തിൽ 40 വയസ്സ് 45 വയസ്സ് കഴിയുന്ന കുട്ടികൾക്ക് പോലും പിന്നെ ചെറുപ്പക്കാർക്ക് പോലും അല്ലെങ്കിൽ മുതിർന്നവർക്ക് പോലും വലിയ ജീവിതശൈലി വരുന്ന ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് 10 വട്ടം ആലോചിക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് ഫാറ്റും അതുപോലെ തന്നെ വൈറ്റമിനും ഇങ്ങനെ എന്തെല്ലാം ഐറ്റമാണ് കിട്ടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിക്കൻ ബിരിയാണി പോലുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസമോ ഒക്കെ മാറ്റി വെക്കണം. ചിക്കൻ കൊടുക്കണ്ട എന്നല്ല, അവർ വീടുകളിലൊക്കെ ചിലപ്പോൾ നന്നായി ചിക്കൻ കഴിക്കും. വീടുകളിലാണെങ്കിലും ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ ധാരാളമായി പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, അത്തരം സാധനം, പിന്നെ ഫിഷൊക്കെ കൊടുക്കാം, മുട്ടയും കൊടുക്കാം. ചിക്കൻ പോലുള്ള ബീഫ് ഒരു കാരണവശാലും കൊടുക്കരുത്. ചിക്കൻ പോലുള്ളവ കൊടുക്കുന്നത് കുറച്ചുകൂടി ഇടവേളകളിൽ മാത്രം കൊടുക്കേണ്ടതാണ്. കാരണം ബ്രോയിലർ ചിക്കനൊക്കെ വരുന്ന നാടാണ്. ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിൽ ചിക്കന് വലിയ പങ്കുണ്ടെന്നാണ് ഒരുപാട് പഠനങ്ങൾ വരുന്നത്. നമ്മളുമൊക്കെ ചിക്കൻ കഴിക്കുന്നവരാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഈ സ്കൂളിൽ LP സ്കൂളിലൊക്കെ അവർക്ക് പിന്നെ വന്ന് ഇരുന്ന് പെട്ടെന്ന് ഒന്ന് പഠിച്ചിട്ട് പോകാൻ വരുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ സോഷ്യലിസമൊന്നും കമ്മ്യൂണിസമൊന്നും അല്ലെങ്കിൽ മതേതരത്വമൊന്നും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് സകല പരീക്ഷണവും നടത്തുന്നൊരു സ്ഥലമായി സ്കൂളിനെ മാറ്റിയിട്ടുണ്ട്. സ്കൂളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി, സമയം കൂട്ടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് സൂംബ ഡാൻസ്, ഇപ്പോൾ ചിക്കൻ ബിരിയാണി, ഇങ്ങനെ ഒരു ഇതെല്ലാം കയ്യടി കിട്ടുന്നതിനുള്ള, കേവല കയ്യടി കിട്ടുന്നതിനുള്ള ഒരു പരിപാടിയാണ്. അല്ല, ഇതൊന്നും ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണം ഗവേഷണത്തിൻ്റെ രീതിയിലോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് SCRTയിലൊന്നും അങ്ങനെ ഒരു ഗവേഷണം നടക്കുന്നില്ല. കുറേ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കുറേ സഹാക്കളെയും പരിഷത്തുകാരെയും വിളിച്ചെടുത്ത് പുസ്തകം എഴുതും. അത് ഹിസ്റ്ററിക്കാരൻ മതി ജോഗ്രഫി എഴുതാൻ, ജോഗ്രഫിക്കാരൻ മതി ഹിന്ദി എഴുതാൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അവിടെ കുറച്ച് ആളുകളെ വിളിച്ചെടുത്ത് ഈ ക്ലാസ്സും സഹാക്കളുടെ ലിസ്റ്റ് കിട്ടും. KSTAയും പിന്നെ അതുപോലെ HSTC എന്താണ് സംഘടനകളുണ്ട്, അവർ കുറേ ലിസ്റ്റ് കൊടുക്കും. പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും. പിന്നെ അല്ലെങ്കിൽ പരിഷത്തിൽ പ്രവർത്തിച്ചിരിക്കണം. ഇങ്ങനെ കുറച്ച് ആളുകൾ അവിടെ വന്ന് പുസ്തകം എഴുതി കൊണ്ടുപോകും. ഒരു കാര്യമില്ല. അവർ സ്വപ്ന ലോകത്ത് നിന്നാണ് പുസ്തകം എഴുതുന്നത്. യാതൊരു പ്രായോഗിക ജീവിതവുമായി ബന്ധമുള്ളതല്ല. ഈ നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ കൃഷി, ഭക്ഷ്യസുരക്ഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചരിത്രം, ഇതൊന്നും വരുന്നില്ലല്ലോ പുസ്തകത്തിൽ. വരാതെ എല്ലാം വേറെ കുറേ കാര്യങ്ങളാണ് പുസ്തകത്തിൽ കിടക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് നല്ലൊരു മെനു ഉണ്ടാകേണ്ടതുണ്ട്. ആ മെനു നോൺ വെജ് എന്നൊരു, അതായത് സംഘികൾ RSSനെ BJP എതിർക്കണമെങ്കിൽ ഒരു നോൺ വെജ് കൂടെ വച്ചാലേ പറ്റുള്ളൂ എന്നൊരു ചിന്ത ഇവിടെ കിടപ്പുണ്ട്. ബ്രാഹ്മണിക്കൽ ഹെജിമണിയെ എതിർക്കാൻ നമുക്കൊരു നോൺ വെജ് കൂടി വച്ചാൽ ആയി എന്ന് ആ ചിന്ത മാറ്റണം. ആ ചിന്തയ്ക്കപ്പുറം സ്കൂൾ കുട്ടികൾക്ക് കൃത്യമായി എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടതെന്നും ആ പ്രായത്തിൽ എന്താണ് കഴിക്കേണ്ടതെന്നും എത്ര ക്വാണ്ടിറ്റി കഴിക്കണമെന്നും എന്ത് ക്വാളിറ്റി ഉള്ളത് കഴിക്കണമെന്നും വളരെ കൃത്യമായ പഠനം ആവശ്യമുണ്ട്. നമുക്ക് ഫുഡ് സ്പെഷ്യലിസ്റ്റും ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ വളരെ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാവൂ. വളരെ വികലമായ ഭക്ഷണ രീതികൾ കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിച്ചാൽ അതവർക്ക് ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ അവർക്ക് തിരിച്ചറിവുണ്ടാകുന്നതിന് മുമ്പ് 13 വയസ്സിന് മുമ്പുള്ള പ്രത്യേകിച്ച് LPSലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം ഈ കാര്യം. കാരണം 13 വയസ്സിന് മുമ്പേ കുഞ്ഞുങ്ങൾക്ക് എന്താണോ കൊടുക്കുന്നത് അതവർ കൂടുതൽ കഴിക്കും. വയററിയാതെ കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ധാരാളം ഫുഡ് വാരി കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഐസ്ക്രീമൊക്കെ എത്ര കൊടുത്താലും ഇരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ട്. ലഡുവൊക്കെ അവർക്കറിയില്ല അവരുടെ ശരീരത്തിന് ഷുഗറും BP-യും കൊളസ്ട്രോളും ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെന്നും അതൊക്കെ ഒരു പർട്ടിക്കുലർ പ്രായം കഴിയുമ്പോൾ ശരീരത്തിൽ വരുമെന്നും ഇതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളാണ്, അവർ നിരപരാധികളാണ്, നിഷ്കളങ്കരാണ്. അവരെ വളർത്തേണ്ടത് സ്ഫടികം പോലെയാണ്, പൊന്നു പോലെയാണ്, സ്വർണം പോലെയാണ്. കാരണം
ഇന്നത്തെ കുട്ടിയാണ് നാളത്തെ പൗരൻ, ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ സകല മേഖലകളിലും വരേണ്ട ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ ഭക്ഷ്യവിഷബാധ അടക്കമുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ചിക്കൻ കൊടുക്കുന്നതൊക്കെ 2 വട്ടം ആലോചിക്കണം. എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രം അതും നന്നായി വേവിച്ച്, അത് ഒരുപാട് ഘടകങ്ങളുണ്ട്, മറ്റ് സാധാരണ വീട്ടിൽ കഴിക്കുന്ന പോലെ ചെയ്താൽ പോരാ. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള രീതികൾ കുറച്ചുകൂടി, കാരണം ഇത്രയും മാസമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, വീടുകളിൽ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, അവർ കെയർഫുള്ളായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു മാസമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ശ്രദ്ധയും മറ്റു കാര്യങ്ങളും വന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു പോഷക കലണ്ടർ തന്നെ കൊടുക്കുന്നത് നന്നായിരിക്കും. അത് വീടുകളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ നല്ലതാണ്. വീടുകളിലേക്കും കഴിയുന്ന എത്ര വീടുകളിൽ ഇതൊക്കെ ചെയ്യുവാനുള്ള സംവിധാനം, പ്രത്യേകിച്ച് ഇലക്കറികളൊക്കെ സ്കൂളിൽ തന്നെ, പല സ്കൂളുകളിലും പച്ചക്കറി തോട്ടങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്, അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. എന്തായാലും കുഞ്ഞുങ്ങളുടെ ഒരു മെനു, സ്കൂൾ കുട്ടികൾക്കൊരു ഉച്ചഭക്ഷണ മെനു ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉച്ചഭക്ഷണം മാത്രമല്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് കുഞ്ഞുങ്ങൾക്കൊരു മെനു ഉണ്ടാക്കി പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴുള്ള മെനു അശാസ്ത്രീയമാണ്. അതിനിടയിലാണ് ഇങ്ങനെ തള്ളിമറിക്കുന്ന പ്രഖ്യാപനങ്ങൾ വരുന്നത്. 10 രൂപ ഹൈസ്കൂളുകാർക്കും 6 രൂപ UPSകാർക്കും 6 രൂപ LPSകാർക്കും കൊടുത്തിട്ട് ഇതെല്ലാം ബെറോട്ടയും ചിക്കനും ചില്ലി ചിക്കനും KFCയും സകലതും കൊടുക്കണമെന്ന് പറഞ്ഞുള്ള തള്ളിമറിക്കലാണ്. പാൽപ്പായസവും അടപ്രഥമനും എല്ലാം കൊടുക്കണം. പക്ഷേ രൂപ 10ഉം 6ഉം ഉള്ളൂ. അത് വെച്ചുകൊണ്ട് ടീച്ചർമാരും PTയും കണ്ടെത്തണം. അവർ എങ്ങനെയാണ് ഇത് കൊടുക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ തള്ളിമറിക്കലിനപ്പുറം പ്രാക്ടിക്കലായി പ്രായോഗികമായ നടപടികളാണ് വിദ്യാഭ്യാസ രംഗത്തെ രക്ഷിച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് കേരളം ഒന്നാമതാണ് എന്ന് പറഞ്ഞ് തള്ളിമറിക്കാതെ കേരളം എവിടെ നിൽക്കുന്നുവെന്ന് പഠനം നടത്തട്ടെ.